ഹലോ, നിങ്ങൾ കാണാൻ പറ്റിയ ബെസ്റ്റ് 3 ഹിസ്റ്റോറിക്കൽ ആനിമി പരിചയപ്പെട്ടല്ലോ. ആദ്യത്തെ ആനിമയാണ് ദ അപ്പോത്തഗരി ഡയറീസ്. ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് അവിടുത്തെ ഇമ്പീരിയൽ സ്കൂളിലേക്ക് ഒരു സ്ലേവ് ആയിട്ട് വിളിക്കുകയാണ്. പിന്നീട് ഈ പെൺകുട്ടി അവിടുത്തെ മിസ്റ്ററീസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു അപ്പോത്തഗരിയായിട്ട് ജീവിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കഥ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ കാലത്ത് നടക്കുന്ന മാരേജുകളും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പൊളിറ്റിക്സുകളും ഒക്കെ വളരെ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമത് വരുന്ന ആനിമയാണ് ദ കിങ്ഡം എന്ന് പറഞ്ഞ ആനിമി. ഇതിൻ്റെ കഥ എന്ന് വെച്ചാൽ ഷിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടുത്തെ കിങ്ഡം കണ്ട ഏറ്റവും പവർഫുൾ ജനറൽ ആവാനെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുമാണ് കഥ. ഇതിൻ്റെ കഥയൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഇതിനോട് സംസാരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ജനറൽ എന്തൊക്കെയും സ്ട്രാറ്റജീസ് എന്തൊക്കെയും തിങ്ക് ചെയ്തിട്ടാണ് ഒരു വാർ ജയിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ വാർ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ വാർ കഴിയുമ്പോൾ ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കും, അവിടെ നാശനഷ്ടങ്ങൾ എന്തൊക്കെ സംഭവിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് ഈ ആനിമയിൽ കാണിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ഗോൾഡൻ കമുയി. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വാറിൽ നിന്നും ജസ്റ്റിന് രക്ഷപ്പെട്ട ഇയാളെ ആൾക്കാർ വിളിക്കുന്നത് ദ ഇമ്മോർട്ടൽ സുഗിമോട്ടോ എന്നാണ്. പിന്നെ ഇയാൾ നടത്തുന്ന ജേർണിയും ഈ മാപ്പിനെ കുറിച്ച് അറിയുന്നതും ഈ ഗോൾഡിനെ അല്ലെങ്കിൽ ട്രഷറിനെ കുറിച്ച് അറിയുന്നതും പിന്നെ ഇയാൾ നടത്തുന്ന ജേർണിയാണ് ഇതിൻ്റെ കഥ. ഇതിൽ നല്ല ആക്ഷനും ഡ്രാമയും കോമഡിയും അതുപോലെ തന്നെ ഈ ജാപ്പനീസ് ട്രൈബൽ പീപ്പിൾസിൻ്റെ രീതികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു തരും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ബെസ്റ്റ് 3 ആനിമീസ് ആണ്. കണ്ടു നോക്കൂ. സീ യു സൂൺ.